ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഓൾ ഇൻ വൺ ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേരുകൾക്ക് ഡൗട്ട് ഉണ്ടാകാം. നമ്മൾ എൻ്റെ ചാനൽ തന്നെ എടുത്ത് നോക്കി ഒരുപാട് ഫേസ് പാക്കുകൾ കാണാം. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, സ്കിൻ ഡാമേജ് മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ഫേസ് പാക്കുകൾ നമുക്ക് യൂട്യൂബിൽ കാണാം. എന്നാൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിന്, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക്നെസ്, അതുപോലെ തന്നെ പിമ്പിൾസ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഓൾ ഇൻ വൺ ഫേസ് പാക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വളരെ മിനിമൽ പ്രൊഡക്റ്റ് വെച്ചിട്ട് 100% റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ഫേസ് പാക്ക് ഇടും, ഏത് ഫേസ് പാക്ക് ഇടുക, ഒരുപാട് ഫേസ് പാക്കുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യുന്നൊക്കെ ഡൗട്ടായിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോബ്ലംസിന് ഒരു വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ടുള്ള പത്തിരിപ്പൊടി എടുക്കരുത്. ഇച്ചിരി തരിയുള്ള എന്നാൽ പുട്ടിൻ്റെ പൊടിയിനെക്കാട്ടും ഇച്ചിരി കൂടി നൈസാവണം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഹണിയാണ്. 1 ടീസ്പൂൺ ഹണി എടുക്കുക. ഞാൻ ഇത്തിരി ഫ്രിഡ്ജിൽ വെച്ച് തരാറുണ്ട്, ഇത്തിരി കട്ടിയായിട്ടിരിക്കുന്നത്. പിന്നെ അതിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പാകത്തിന് നമ്മൾ റോ മിൽക്കാണ് കേട്ടോ വേണ്ടത്. ഈ 3 ഇൻഗ്രീഡിയൻസും വെച്ച് നല്ലൊരു അടിപൊളി പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓൾ ഇൻ വൺ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലാണ്. നിങ്ങളുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഫൈൻ ലൈൻസ് ഉണ്ട്, റിങ്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കാർസ് ഉണ്ട്. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വീക്ക്ലി 2-3 വട്ടം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ട്, എന്നാൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ വേയിൽ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി നേരം വെച്ചപ്പോൾ ഇത്തിരി കട്ടയായിട്ട് പാറിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാല് ആഡ് ചെയ്തപ്പോൾ ഇച്ചിരി ലൂസായി. അതാണ് സ്കിന്നിൽ അത്രയ്ക്കാണ് പിടിക്കാത്ത പോലെ തോന്നുന്നത്. പക്ഷേ റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 വട്ടം യൂസ് ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ സ്കിന്ന് നിങ്ങളെ ഈവൻ ടോൺ ആയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് പോയിട്ടുള്ള ആ ഒരു മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്ത് സ്കിന്നിനൊരു ഹെൽത്തി ആൻഡ് യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതൊന്ന് ഫേസിൽ വെച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് കയ്യിലൊന്ന് വെള്ളം ടച്ച് ചെയ്തതിന് ശേഷം ജെൻറ്റിലായിട്ട് ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 വട്ടം മാത്രം മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്നും ഈ പാക്ക് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ എങ്കിൽ ഈ 2ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഈ 10 മിനിറ്റിന് ശേഷം നിങ്ങൾ മസാജ് ചെയ്യില്ലേ, ആ സ്റ്റെപ്പ് നിങ്ങൾ ആഴ്ചയിൽ 1 തവണ മാത്രം ചെയ്താൽ മതി. വല്ലാണ്ട് മസാജ് ചെയ്യുമ്പോൾ സ്ക്രബിങ് ഇഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്താ പറയുക, വൈറ്റ് ഹെഡ്സോ ഡാർക്ക് ഹെഡ്സോ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈസിലി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോലുള്ള മാർക്സ് ഒന്നും വരില്ല. നല്ല ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി പാക്കാണ്. ഇനി ഏത് പാക്കാണ് എടുക്കുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ, യൂസ്ഫുള്ളായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരെയും കൂടെ ഒന്ന് എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആയിട്ടിരിക്കുന്നവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ലവ് യു.